ജയിക്കുന്നത് വയനാട് വിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായി. അങ്ങനെ ഇന്നലെയൊക്കെ വിളിച്ചപ്പോ പറഞ്ഞടാ ഞങ്ങളെല്ലാരും ഭയങ്കര സങ്കടാണ്, വയനാട് വിഷനിൽ നമ്മള് വന്നില്ലാന്ന്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് വിഷയം കാണണോ, ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ അവരൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. 1ാം സ്ഥാനം ലഭിച്ചിട്ടും വയനാട് വിഷന്റെ ലൈവിൽ കയറാൻ പറ്റിയില്ല. മിൻഹയുടെ സങ്കടമറിഞ്ഞ് സ്കൂളിലെത്തി സമ്മാനം നൽകി വയനാട് വിഷൻ അധികൃതർ. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വയനാട് വിഷന്റെ സമ്മാനം ലഭിക്കാത്ത കാര്യം പിതാവിന്റെ വോയിസ് ക്ലിപ്പ് വഴി അറിഞ്ഞ വയനാട് വിഷൻ അധികൃതരാണ് സമ്മാനവുമായി സ്കൂളിലെത്തിയത്. മിൻഹയുടെ തിരുവാതിര മത്സരഫലം അറിയുമ്പോൾ സമയം 2 മണി. മത്സരഫലം അറിഞ്ഞയുടൻ കൂട്ടുകാരുമൊത്തവൾ വയനാട് വിഷൻ പവലിയനിലേക്ക് ഓടി. അടഞ്ഞുകിടക്കുന്ന വയനാട് വിഷൻ പവലിയൻ കണ്ട് അവൾക്ക് ദുഃഖത്തോടെ മടങ്ങേണ്ടി വന്നു. മത്സരത്തിൽ സമ്മാനം നേടി വയനാട് വിഷൻ ചാനലിൽ ലൈവിൽ വരുമെന്നും ഫേസ്ബുക്കിലൂടെ ഗൾഫിൽ നിന്നും കാണാമെന്നും സ്വന്തം ഉപ്പച്ചിക്ക് വാക്ക് കൊടുത്തിരുന്നു. സമ്മാനം നേടുമെന്ന വാക്ക് പാലിച്ചുവെങ്കിലും ചാനലിന്റെ ലൈവിൽ കയറാൻ കഴിയാത്തതിലും ഉപ്പച്ചിക്ക് കാണാൻ പറ്റാത്തതിലുമുള്ള സങ്കടം മകൾ പങ്കുവെച്ച കാര്യം ചാനലിന്റെ റിപ്പോർട്ടറെ ഗൾഫിൽ നിന്നും വോയിസ് അയച്ചത് ശ്രദ്ധയിൽപ്പെട്ട ചാനൽ അധികൃതർ മിൻഹയെ സ്കൂളിലെത്തി അഭിനന്ദിക്കുകയായിരുന്നു. നിങ്ങളുടെ നേട്ടമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. വേദിയിലെത്തിയ പ്രിയപ്പെട്ട കലാകാരികൾക്ക് മനോഹരമായ ഞങ്ങളുടെ സ്നേഹം നൽകുകയാണ്. നമ്മൾ നേരിട്ട് സ്കൂളിലേക്ക് എത്തി മറ്റു പല ടീമുകൾക്ക് മെഡൽ കൊടുത്തതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിനൂടെ ഇവിടെ വെച്ച് മെഡൽ സമ്മാനിക്കുകയാണ് വയനാട് വിഷൻ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബിജു ജോസ്. അദ്ദേഹം ആ മെഡൽ സമ്മാനിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് വണ്ടർലാൻഡ് നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂപ്പൺ കൂടി, ഗിഫ്റ്റ് വൗച്ചർ കൂടി അവർക്ക് നൽകുന്നുണ്ട്. ആ ഒരു ഓഡിയോ കേട്ടിട്ടാണ് ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങൾക്ക് ഈ നിങ്ങളെ ഇവിടെ വന്ന് കാണണം, ഈ മെഡൽ തരുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കുട്ടികളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ മാനേജ്മെന്റിനോട് നന്ദി. ഒപ്പം ഈ കലോത്സവം വിജയിച്ച് സ്റ്റേറ്റിലേക്ക് പോകുന്ന പങ്കാളികളായ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വയനാട് വിഷന്റെ വർക്കേഴ്സും ക്യാമറാമാനും എല്ലാവരും ഇവിടെ വന്നു. ഭയങ്കര സന്തോഷമായി. എല്ലാവരും സ്കൂളിലെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും വയനാട് വിഷന്റെ ഇതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് പറയാൻ പറ്റിയതിൽ ഭയങ്കര അഭിമാനമുണ്ട്. താങ്ക് യു. ഇന്നീ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരുടെയും MGMനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മെമ്മറബിൾ ഡേ ആയിരിക്കും. കാരണം വയനാട് വിഷൻ നമുക്ക് തന്ന ആദരം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആൻഡ് താങ്ക്സ് ടു വയനാട് വിഷൻ. സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ ആദരിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കുരുന്നു മനസ്സുകളെ ചേർത്ത് പിടിച്ച ചാനലിന്റെ നിലപാടിനെ അഭിനന്ദിക്കുകയാണെന്നും സ്കൂൾ മാനേജർ ഫാദർ സക്കറിയ വെളിയത്ത് പറഞ്ഞു. വയനാട് വിഷന്റെ പ്രവർത്തകരിവിടെ വരികയും ഞങ്ങളുടെ കുട്ടികൾക്ക് വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രോത്സാഹനമാണ്. ഈ വയനാട് വിഷൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾക്കും എല്ലാ പ്രേരക ശക്തിക്കും ഹൃദയം നിറഞ്ഞ നന്ദി MGMന്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, മാനന്തവാടി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.